ഹായ് എവരി വൺ, വെൽക്കം ടു കോഡ് കോഡേഴ്സ് മലയാളം യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ ഒരു എഫ് ടൈപ്പ് പാറ്റേൺ ആണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ ലോജിക് എന്ന് പറയുന്നത് വളരെ സിമ്പിളാണ്. ഫസ്റ്റത്തെ റോയിൽ 13 പാറ്റേൺസ് സ്റ്റാർ, അതുപോലെ തന്നെ സെക്കൻഡ് റോയിൽ എന്ത് ചെയ്യുന്നുണ്ട് 2 സ്റ്റാർ. അത് റിപ്പീറ്റ് ആയിട്ട് പല തവണയായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ആ ഒരു 2 സ്റ്റാർ പ്രിന്റ് ചെയ്യുന്നുണ്ട്. അത് കോമൺ ആണ്. പിന്നെ നെക്സ്റ്റ് വരുന്നത് എന്താണ്, 13 കഴിഞ്ഞാൽ പിന്നെ വേറെ വരുന്നത് 11, അതുപോലെ തന്നെ 9, 7. ഇവിടെയൊക്കെ വരുന്ന ഒരു കോമൺ ആയിട്ടുള്ള ഒരു ഡിഫറൻറ്റ് എന്ന് പറയുന്നത് 2 സ്റ്റാർ വീതം എന്ത് ചെയ്യുന്നുണ്ട്, മൈനസ് ആയി പോകുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതാണ് അതിൻ്റെ ഒരു ലോജിക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണ് വരുന്നതെന്ന് എന്ത് ചെയ്യാം, നമുക്ക് പ്രോഗ്രാമിൽ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യാം, ഓൺലൈൻ കമ്പൈലറിൽ നമുക്ക് ജസ്റ്റ് ഇൻ്റെ റോസിൽ നമ്മൾ എത്ര എണ്ണം പ്രിൻറ്റ് ചെയ്യിക്കണം. ഓക്കെ, ടോട്ടൽ നമുക്ക് എത്ര 13 റോസ് വേണം. അതുപോലെ തന്നെ കോളംസും നമുക്ക് എന്ത് ചെയ്യാം 13 എന്ന് കൊടുക്കാം. ഇൻറ്റ് കോൾസ് എന്ന് പറഞ്ഞ് ഇൻറ്റ് കോൾസ് അസൈൻ 13 എന്ന് പറഞ്ഞു കൊടുക്കാം. ഓക്കെ, ഇനി നെക്സ്റ്റ് നമുക്ക് വേണ്ട ഇത് വേറൊരു കാര്യമുണ്ട്. ഈ ഒരു ഫോർ ലൂപ്പ് നമ്മൾ എന്ത് ചെയ്യുക, സിമ്പിളായിട്ട് ടെർണറി ഓപ്പറേറ്ററൊക്കെ വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും ഈ ഒരു ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ അതുകൂടി ഈ വീഡിയോൻ്റെ അവസാനത്തിൽ ഞാൻ കാണിച്ചു തരാം. ഓക്കെ, ഇപ്പോൾ ഇവിടെ നമുക്ക് വേണ്ടത് ഒരു ഫോർ ലൂപ്പ്, മെയിൻ ഫോർ ലൂപ്പ് വേണം. അതിനകത്ത് ഇൻറ്റ് ഐ അസൈൻ, അതിൻ്റെ വാല്യൂ നമുക്ക് ഇവിടെ നിന്ന് 1 നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഐ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഏത് വരെ, റോസ് വരെ. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് അതിൻ്റെ വാല്യൂ നമ്മൾ എന്ത് ചെയ്യുന്നു, ഇൻക്രിമെൻറ്റ് ചെയ്യുന്നു. അപ്പോൾ ഈ ഒരു ഫോർ ലൂപ്പിൻ്റെ കാര്യത്തിലൊക്കെ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, നമ്മുടെ ഫോർ ലൂപ്പിൻ്റെ സെപ്പറേറ്റ് വീഡിയോ ചെയ്തിട്ടുണ്ട്, അത് ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി. ഇവിടെ ഫോർ ലൂപ്പ്, ഇന്നർ ഫോർ ലൂപ്പിനകത്ത് നമ്മൾ എന്താ കൊടുക്കേണ്ടത്, നമുക്ക് ഇനി എന്ത് ചെയ്യുക, ഒരു ഇഫ് കണ്ടീഷൻ വെച്ചിട്ട് ചെക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, എന്ത് ചെയ്യുക, ഏതൊക്കെ റോസിൽ, അതായത് ഫസ്റ്റ് 1 അതിൻ്റെ വാല്യൂ 1 ആകുന്ന ടൈമിൽ 13, പിന്നെ അതിൻ്റെ വാല്യൂ 3 ആകുന്ന ടൈമിലാണ് 11, പിന്നെ അത് കഴിഞ്ഞാൽ അതിൻ്റെ വാല്യൂ 5 ആകുന്ന ടൈമിലാണ് 9 വരുന്നത്. ഓക്കെ, അപ്പം അങ്ങനെയാണ് അത് പോകുന്നത്. അപ്പം അതിൻ്റെ വാല്യൂ ഒറ്റ സംഖ്യ ആകുന്ന ടൈമിലാണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു നെക്സ്റ്റ് വരുന്ന ഫോർ ലൂപ്പ് നമുക്ക് കോളങ്ങളിൽ പ്രിൻറ്റ് ചെയ്യിക്കേണ്ടത്. ഓക്കെ, അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യാം, അതിൻ്റെ വാല്യൂ ഐ മോഡ് 2 ഈക്വൽ ടു അതിനെ എന്ത് ചെയ്യുക, 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ശിഷ്ടം 1 ആണ് വരുന്നതെങ്കിൽ അതെന്താണ്, ഒറ്റ സംഖ്യയാണ്. അപ്പോൾ ആ ഒരു കേസിൽ നമുക്ക് എന്ത് ചെയ്യാം, ഒരു ഫോർ ലൂപ്പ് സ്റ്റാർട്ട് ചെയ്യാം. എന്നിട്ട് ഈ ഒരു ഫോർ ലൂപ്പിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇൻറ്റ് ജെ അസൈൻ, ജെൻ്റെ വാല്യൂ 1 നിന്ന് സ്റ്റാർട്ട് ചെയ്യുക. എന്നിട്ട് ജെ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഏത് വരിക, കോൾസ് എന്ന് പറഞ്ഞിട്ട് കൊടുക്കാം. കാരണം ഈ ഒരു എന്ത് ചെയ്യുന്നത്, നമ്മൾ കോളങ്ങളിൽ പ്രിൻറ്റ് ചെയ്യുന്നത് ഓരോ ടൈമിൽ എന്ത് ചെയ്യും, മാറിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് നമുക്ക് കോൾസ് എന്ന് പറയുന്ന വേരിയബിൾ കൊടുക്കുന്നു. നെക്സ്റ്റ് ജെൻ്റെ വാല്യൂ എന്ത് ചെയ്യുക, ഇൻക്രിമെൻറ്റ് ചെയ്യുന്നു. അത് കഴിഞ്ഞാൽ പ്രിൻ്റ് എഫ് നമുക്ക് സ്റ്റാർ പ്രിൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഇവിടെ ഒരു സ്റ്റാർ കൊടുക്കാം, ഒരു സ്പേസ്. ഓക്കെ, ഇത്ര ആയി കഴിഞ്ഞാൽ നമ്മൾ പ്രിൻറ്റ് ചെയ്യുന്നതായി. ഇനി എന്ത് ചെയ്യണം, ഈ ഒരു ഫോർ ലൂപ്പ് കഴിയുന്ന ടൈമിൽ ഇപ്പോൾ 13 എണ്ണമാണെങ്കിൽ എന്ത് ചെയ്യണം, അത് പ്രിൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം, ഈ കോൾസിൻ്റെ വാല്യൂ ചേഞ്ച് ചെയ്യണം. കാരണം ഇനി നെക്സ്റ്റ് ടൈമും എന്ത് ചെയ്യണം പറ്റൂല, 13 എണ്ണം പ്രിൻറ്റ് ചെയ്യാൻ പാടില്ല. അപ്പോൾ അതുകൊണ്ട് കോൾസിൻ്റെ വാല്യൂ എന്ത് ചെയ്യാം, നമുക്ക് വേണമെങ്കിൽ നമുക്ക് കോൾസ് അസൈൻ കോൾസ് -2 എന്ന് കൊടുക്കാം. അതല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഷോർട്ടാക്കിയിട്ട് എങ്ങനെ കൊടുക്കാൻ പറ്റും, കോൾസ് -അസൈൻ 2 എന്ന് പറഞ്ഞ് കൊടുക്കാൻ പറ്റും. ഇത് രണ്ടും എന്ത് ചെയ്യുക, സെയിം തന്നെയാണ്. കോൾസ് എന്ന് പറയുന്ന വാല്യൂ, അത് വേരിയബിളിൽ എത്രയാണ് വാല്യൂ ഉള്ളത് അതിൽ നിന്ന് എന്ത് ചെയ്യുന്നു, 2 കുറക്കുന്നു ഓരോ ടൈമിലും. ഓക്കെ, അപ്പോൾ അതാണ് അത്രേ ഉള്ളൂ. നെക്സ്റ്റ് വരുന്നത് നമ്മൾ ഇതിൻ്റെ എൽസ് കേസിൽ ഈ ഒരു ഇഫ് കണ്ടീഷൻ ഇപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് റൺ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ നമ്മൾ താഴെ ഈ ഒരു ഫോർ ലൂപ്പിന് ശേഷം, ഈ ഒരു ഫോർ ലൂപ്പിനകത്ത് തന്നെ നമ്മൾ എന്ത് ചെയ്യുക, ഈ ഒരു ഇഫ് കണ്ടീഷനൊക്കെ കഴിഞ്ഞതിന് ശേഷം പുറത്തൊരു പ്രിൻ്റ് എഫിൽ എന്ത് ചെയ്യുക, ഒരു /n എന്ന് ഇട്ട് കഴിഞ്ഞാൽ നമുക്കറിയാം എവിടേക്കാണ് പ്രിൻ്റ് ചെയ്യിക്കുന്നത്. ഓക്കെ, ഇപ്പോൾ ഇതിനകത്ത് ഇപ്പോൾ ഒറ്റ സംഖ്യ ആകുന്ന ടൈമിൽ മാത്രമായിരിക്കും പ്രിൻറ്റ് ചെയ്യുന്നത്. ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നില്ല, ഇരട്ട സംഖ്യ വരുന്ന ടൈമിൽ അതിൻ്റെ വാല്യൂ മോഡ് 2 ഈക്വൽ ടു 0 ആകുന്ന ടൈമിൽ എന്ത് ചെയ്തിട്ടില്ല, ഒന്നും പ്രിൻറ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഈ ഒരു ഇഫ് കണ്ടീഷന് എന്ത് ചെയ്യുക, ഒരു എൽസ് എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ ഇട്ട് കൊടുക്കുക. എന്ത് ചെയ്യാം, ഇവിടെ നമുക്ക് ആകെ 2 സ്റ്റാർ പ്രിൻറ്റ് ചെയ്യാനുള്ളൂ. അതുകൊണ്ട് ജസ്റ്റ് വേണമെങ്കിൽ ഇങ്ങനെ കൊടുക്കാം നമുക്ക്. അതല്ലെങ്കിൽ നിങ്ങൾക്ക് 2 പ്രിൻ്റ് എഫ് യൂസ് ചെയ്യുക. അതല്ലെങ്കിൽ എന്ത് ചെയ്യുക, ഫോർ ലൂപ്പ് യൂസ് ചെയ്യേണ്ട ഒരു ആവശ്യമില്ല ഇവിടെ കേസ്, ഈ ഒരു കേസിൽ വരുന്നില്ല. വേണമെങ്കിൽ അങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ഓക്കെ, കണ്ടോ, ഇപ്പോൾ ഇത്രയും നമുക്ക് ഉദ്ദേശിക്കുന്ന സെയിം പാറ്റേൺ കിട്ടി. ഇനി ഇതിനെ നമുക്ക് എന്ത് ചെയ്യാം, ടെർണറി ഓപ്പറേറ്റർ വെച്ചിട്ട് വളരെ സിമ്പിളായിട്ട് ഒരു ലൈനിലോ അല്ലെങ്കിൽ 2 ലൈനിലോ ഒക്കെ ആക്കിയിട്ട് എങ്ങനെ ചുരുക്കാൻ പറ്റുമെന്ന് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ജസ്റ്റ് എന്ത് ചെയ്യാം, നമുക്ക് ഈ ഒരു ഇഫ് കണ്ടീഷനും എൽസൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യാം. ഓക്കെ, ഇഫും എൽസും മാത്രം മതി, നമുക്ക് താഴെയുള്ള /n നമുക്ക് ആവശ്യമുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അതെങ്ങനെ ചെയ്യുന്നത് ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. ഈ ഒരു ഇഫ് എന്ന് എഴുതുന്നതിന് പകരം നമ്മൾ എന്ത് ചെയ്യുക, ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യുക, നെക്സ്റ്റ് കൊടുക്കാം. അടുത്ത് ഇവിടെ വരുന്നത്
എന്താ ഐ മോഡ് 2 നമ്മൾ നേരത്തെ കൊടുത്ത അതേ സംഭവം തന്നെ കൊടുക്കുക. ഐ മോഡ് 2 ഈക്വൽ ടു 1 ആണോ നോക്കുക. ഓക്കെ, ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ഇഫ് കണ്ടീഷൻ, ഇതാണ് ഇഫ് കണ്ടീഷൻ എന്ന് പറയുന്നത്. ഇത് കണ്ടീഷൻ ഇടുന്നത് എങ്ങനെയാണ്? ടെർണറി ഓപ്പറേറ്റർ വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യൻ മാർക്ക്. ഇതാണ് ഐ മോഡ് 2 ഈക്വൽ ടു 1 ആണെങ്കിൽ ഇനി എന്താണ്? ആണെങ്കിൽ എന്താ ചെയ്യേണ്ടത്? നമുക്ക് ഫോർ ലൂപ്പ് അവിടെ റൺ ചെയ്യണം. അപ്പോൾ അതിൽ എന്ത് ചെയ്യുന്നു വരുന്നുണ്ട്? ഫോർ ലൂപ്പും അതുപോലെ തന്നെ കോൾസിൻ്റെ വാല്യൂ ചേഞ്ച് ആക്കുന്നുണ്ട്. അപ്പോൾ ഒന്നിൽ കൂടുതലുണ്ട് വാല്യൂസ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? ഈ ഒരു രീതിയിൽ കൊടുക്കാം. ഈ ഒരു ഫോർ ലൂപ്പിനകത്ത് എന്താ കൊടുക്കുന്നത്? ഇൻഡ് ജെ. നമുക്ക് മുകളിലുള്ള അതുപോലെ തന്നെ എഴുതിയാൽ മതി, വേറെ വ്യത്യാസമൊന്നുമില്ല. ജെ അസൈൻ 1 എന്ന് പറഞ്ഞു കൊടുക്കുന്നു. പിന്നെ നെക്സ്റ്റ് വരുന്നത് ജെൻ്റെ വാല്യൂ ജെ ലെസ് ദാൻ ഓർ ഈക്വൽ ടു കോൾസ് എന്നല്ലേ കൊടുത്തത്, അത് തന്നെ കൊടുക്കുക. നെക്സ്റ്റ് വരുന്നത് ജെൻ്റെ വാല്യൂ ഇൻക്രിമെൻറ്റ് ചെയ്യുന്നു. ഇപ്പോൾ ഇത് കഴിഞ്ഞാൽ ഈ ഒരു ഫോർ ലൂപ്പ് ഓക്കെ. ഇനി ഈ ഒരു ഫോർ ലൂപ്പ് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾക്ക് ഈ ഒരു ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുക? പ്രിൻ്റ് എഫ് കൊടുക്കുന്നുണ്ട് ഇവിടെ. ഓക്കെ, ഈ ഒരു പ്രിൻ്റ് എഫിനകത്ത് എന്ത് ചെയ്യുക? ജസ്റ്റ് സ്റ്റാർ പ്രിൻ്റ് ചെയ്യുന്നു, ഒരു സ്പേസും കൊടുക്കുന്നു. അത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യുക? ഇവിടെ ആ സെമി കോളനും കൂടി കൊടുക്കാം. ഇത് കഴിഞ്ഞാൽ നെക്സ്റ്റ് എന്താ വരുന്നത്? ഈ ഒരു കേർലി ബ്രാക്കറ്റിൻ്റെ പുറത്ത് എന്ത് ചെയ്യണം? നമ്മൾ നെക്സ്റ്റ്, അതായത് ഈ ഒരു ഫോർ ലൂപ്പിൻ്റെ പുറത്ത് എന്ത് ചെയ്യുക? കോൾസിൻ്റെ വാല്യൂ നമ്മളിവിടെ മൈനസ് ആയി കൊടുക്കുന്നുണ്ട്. കോൾസ് മൈനസ് അസൈൻ 2 എന്ന് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഓക്കെ, ഇത് വേണമെങ്കിൽ നമുക്ക് നെക്സ്റ്റ് ലൈനിലോട്ട് മൂവ് ചെയ്യാം കേട്ടോ, നമുക്ക് ഡൗട്ട് വരാതിരിക്കാൻ. ഓക്കെ, ഇത് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഒരു സെമി കോളം കൊടുക്കാം. ഇപ്പോൾ ഇത്ര ആയിക്കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്തു? ഇഫ് കണ്ടീഷൻ ഐ മോഡ് 2 ഈക്വൽ ടു 1 ആണെങ്കിൽ എന്താ കൊടുക്കേണ്ടതെന്ന് കൊടുത്ത്. ഇനി ഇതിന് പകരം നെക്സ്റ്റ് ഇതിൻ്റെ എൽസ് കണ്ടീഷൻ നമുക്ക് എവിടെ കൊടുക്കുക? ഇതിനെ തൊട്ടപ്പുറത്ത്. ഓക്കെ, ഈ ഒരു ബ്രാക്കറ്റിൻ്റെ നേരെ പുറത്ത്, കാരണം ഈ ഒരു ബ്രാക്കറ്റാണ് നമ്മൾ ഇഫ് കണ്ടീഷൻ എഴുതാൻ വേണ്ടിയിട്ട് ഇത്രയാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. ഓക്കെ, നെക്സ്റ്റ് ഇതിൻ്റെ എൽസ് കേസിൽ നമ്മൾ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല? ബ്രാക്കറ്റ് ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല, കാരണം നമ്മൾ എന്ത് ചെയ്യുന്നില്ല, ആകെ ഒരു ലൈനേ കോഡ് ചെയ്തുന്നുള്ളൂ. പ്രിൻ്റ് എഫ് ഇവിടെ എന്ത് ചെയ്യുക? 2 സ്റ്റാർ. ഓക്കെ, ഒരു സ്പേസ്, ഒരു സ്റ്റാർ. ഓക്കെ, ഇത്രയും കൊടുക്കുക. അത് ഞാൻ നേരെ അതിൻ്റെ താഴത്തെ ലൈനിൽ പ്രിൻ്റ് എഫിൽ എന്ത് ചെയ്യുന്നുണ്ട്? നമ്മൾ /n എന്ന് കൂടി യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അതും വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ജസ്റ്റ് അതിൽ തന്നെ കൊടുത്തിട്ടൊന്ന് റൺ ചെയ്ത് നോക്കാം. ഓക്കെ, ഈ ഒരു /n ഇതിനെ /n എന്ന് പറഞ്ഞിട്ട് കൊടുക്കാം. ഓക്കെ, അപ്പോൾ എന്താ സംഭവിക്കുന്നത്? ചേഞ്ച് എന്തെങ്കിലും ഉണ്ടോ? കണ്ടോ, ഇപ്പോൾ ഇത് സംഭവിക്കും. ഇങ്ങനെ വരാൻ കാരണം എന്താ? ജസ്റ്റ് ആ ഒരു ഫോർ ലൂപ്പ്, ഫസ്റ്റത്തെ ഫോർ ലൂപ്പ് വരുമ്പോൾ ഇഫ് കണ്ടീഷനിലും നമുക്ക് എന്ത് വേണം? /n നെക്സ്റ്റ് ന്യൂ ലൈനിലോട്ട് വരണം. അതുപോലെ തന്നെ അതിൻ്റെ എൽസ് കണ്ടീഷനിലും ന്യൂ ലൈനിലോട്ട് വരണം. അതുകൊണ്ടാണ് ഈ ഒരു സംഭവം വർക്ക് ചെയ്യാത്തത്. ഓക്കെ, അപ്പോൾ അത്രേ ഉള്ളൂ. ഈ ഒരു രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കോഡ് കംപ്ലീറ്റ് ചെറിയൊരു കോഡ് രീതിയിലാക്കാൻ പറ്റും. ഇത്രയും സിമ്പിളാക്കിയില്ലേ ഈ ഒരു രീതിയിൽ? ഓക്കെ, എന്തെങ്കിലും ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് എന്ത് ചെയ്യുക? കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ എന്നെ പേഴ്സണലായിട്ട് കണക്ട് ചെയ്തിട്ട് ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ക്ലിയർ ചെയ്യണം എന്നുള്ളവർ ജസ്റ്റ് എന്ത് ചെയ്യുക? നമ്മുടെ ചാനലിൽ ജോയിൻ ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുക? ഫ്രീ ടൈമിൽ എന്ത് ചെയ്യാൻ പറ്റും? ഞാനായിട്ട് കണക്ട് ചെയ്ത് നിങ്ങളുടെ ഡൗട്ട്സൊക്കെ ക്ലിയർ ചെയ്യുക. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഇനിയും സബ് ചെയ്യാത്തവർ സബ് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം. See you. Hi everyone.